ഗർഭിണിയായ ഭാര്യയും 2 പെൺമക്കളെയും നീന്തൽക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഫർഹാദ്, മക്കളായ 6ഉം 8ഉം വയസ്സുള്ള ഉമേറ, ആയിഷ എന്നിവരെയാണ് വാറങ്കൽ കമ്മം ദേശീയപാതയിലുള്ള നീന്തൽക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് അസ്ഹറുദ്ദീനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ബുധനാഴ്ച രാത്രിയാണ് സംഭവം നടന്നത്. വാടകയ്ക്ക് നൽകാറുള്ള ഇവരുടെ തന്നെ നീന്തൽക്കുളത്തിലാണ് 3 പേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുടുംബത്തിന്റെ പ്രധാന വരുമാന മാർഗം തന്നെ ഈ ഒരു നീന്തൽക്കുളമാണ്. ബന്ധുക്കൾക്കൊപ്പം ബുധനാഴ്ച രാത്രി ഫർഹാത്ത് മക്കളും മറ്റു കുടുംബാംഗങ്ങളോടൊപ്പം കുളത്തിനടുത്തെത്തി ഏതാനും മിനിറ്റുകൾക്ക് ശേഷമാണ് ഇവരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 3 പേരെയും കുളത്തിൽ നിന്ന് കരയ്ക്കെത്തിച്ച് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സ്ഥിരീകരിച്ചിരുന്നു. ഭാര്യയും മക്കളും കാൽവഴുതി കുളത്തിലേക്ക് വീണ് മരിച്ചെന്നായിരുന്നു ഭർത്താവ് അസ്ഹറുദ്ദീൻ പോലീസിന് നൽകിയ മൊഴി. മൊഴിയിൽ സംശയമുണ്ടായതോടെ പോലീസ് വിശദമായി അന്വേഷിച്ചു. പ്രണയിച്ചാണ് അസ്ഹറുദ്ദീനും ഫർഹാദും വിവാഹിതരായത്. ഇവർ തമ്മിൽ നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇനിയൊരു പെൺകുഞ്ഞ് വേണ്ടെന്ന് അസ്ഹറുദ്ദീൻ ഫർഹാദിനോട് പറഞ്ഞിരുന്നതായി പോലീസ് പറയുന്നു. 3ാമത്തേതും പെൺകുഞ്ഞാണെന്ന് അസ്ഹറുദ്ദീൻ അറിഞ്ഞപ്പോൾ ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു. ഇതിന് തയ്യാറാകാതിരുന്നതോടെ 3 പേരെയും കുളത്തിനടുത്തെത്തിച്ച് വെള്ളത്തിലേക്ക് തള്ളി വീഴ്ത്തിയെന്നാണ് പോലീസ് പറയുന്നത്. അസ്ഹറുദ്ദീന്റെ മൊബൈൽ ഫോണും കുളത്തിനടുത്തുള്ള CCTV ക്യാമറയും പരിശോധിച്ചാണ് തെളിവുകൾ കണ്ടെത്തിയത്.